ഒടുവിൽ 13ാം നാളിൽ ബ്രഹ്മപുരത്ത് പുക അണഞ്ഞപ്പോൾ ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രത്തിന്റെ മുകളിലൂടെ പറന്ന ആകാശ ക്യാമറ ഒപ്പിയെടുത്ത ദൃശ്യങ്ങളുടെ പിൻബലത്തിൽ ചില നുണകളെ പൊളിച്ചെഴുതുകയാണ് ഇന്നത്തെ പോസിറ്റീവ് സ്റ്റോക്കിൽ. ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രമാണോ കിറ്റക്സ് കമ്പനിയാണോ കടം പറയാറിനെ മലിനപ്പെടുത്തുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവും ഈ ദൃശ്യങ്ങൾ പറയും. സ്വാഗതം സസ്പെൻസ് നിറഞ്ഞ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് കിറ്റക്സ് ബ്ലീച്ചിംഗ് ആൻഡ് ഡൈയിങ് യൂണിറ്റിന്റെയും ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രത്തിന്റെയും മുകളിലൂടെ പറത്തിയ ക്യാമറ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ കേരളത്തിലെ ചില രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും പൊതുസമൂഹത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ച ചില വസ്തുതകളുടെ വാസ്തവം വെളിപ്പെടുത്തുന്നു. ഇത് ആരോപണ വിധേയമായ കിറ്റക്സിന്റെ ബ്ലീച്ചിംഗ് ആൻഡ് ഡൈയിങ് യൂണിറ്റ്. ഉയരങ്ങളിലേക്ക് ക്യാമറ പറത്തുകയാണ്. ഇവിടെ നിന്ന് മലിനജലം ഒഴുകുന്ന കടമ്പറയാറിനെ കണ്ടുപിടിക്കുവാൻ. കിറ്റക്സ് ഫാക്ടറിയിൽ നിന്ന് ഒഴുകുന്ന മലിനജലം എത്തിച്ചേരുന്ന കടമ്പറയാറിനെ തേടി ക്യാമറ അന്വേഷണ യാത്ര തുടരുകയാണ്. അടുത്തെങ്ങും കടമ്പറയാറിനെ കാണാനില്ല. 5-6 കിലോമീറ്റർ ദൂരെ വറ്റിവരേണ്ട ഒരു പുഴ കാണാറാകുന്നു. അതാവാം കടമ്പറയാർ. ഗൂഗിൾ മാപ്പ് കാണുക. കിറ്റക്സ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്താണ് പുഴ. അത്രയും ദൂരെ എങ്ങനെയാണ് മലിനജലം എത്തിക്കാനാവുക? അതും ഈ ജനവാസ കേന്ദ്രത്തിലൂടെ. കിറ്റക്സ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ കിലോമീറ്ററുകൾക്കപ്പുറത്തുകൂടി ഒഴുകുന്ന കടമ്പറയാറ്റിലേക്ക് ഫാക്ടറിയിൽ നിന്നും മാലിന്യം ഒഴുക്കുന്നു എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളും അതേറ്റു പറഞ്ഞ മാധ്യമങ്ങളും നുണയുടെ പ്രവാചകരായി മാറുകയായിരുന്നു എന്ന സത്യം ഈ ദൃശ്യങ്ങൾ വിളിച്ചു പറയുന്നു. കിറ്റക്സ് ഫാക്ടറി പുറത്തുവിടുന്ന മലിനജലം ഉപയോഗിച്ച് ഫാക്ടറി അങ്കണത്തിൽ വാഴകൃഷിയും ഫലവൃക്ഷത്തോട്ടവും വിജയകരമായി നടത്തുന്നു. ഇനി ബ്രഹ്മപുരം മാലിന്യ കേന്ദ്രത്തിന്റെ ആകാശ കാഴ്ചകളിലേക്ക്. ആദ്യമേ പറയട്ടെ, ബ്രഹ്മപുരം ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രമല്ല, മറിച്ച് അത് വെറും മാലിന്യ ശേഖരണ കേന്ദ്രമാണ്. നിലവിൽ ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് അവിടെ പ്രവർത്തിക്കുന്നില്ല. 2007 അവിടെ ആരംഭിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റിന് 2 വർഷം മാത്രമായിരുന്നു ആയുസ്. എന്നാൽ ഇപ്പോഴും കൊച്ചി കോർപ്പറേഷനും മാധ്യമങ്ങളും ചില രാഷ്ട്രീയ നേതൃത്വവും ഈ മാലിന്യ കേന്ദ്രത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 110 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ ഭൂപ്രദേശത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രം എന്നല്ല, മാലിന്യ സംഭരണ കേന്ദ്രം എന്ന് തിരുത്തി വിളിക്കണം. ഈ മാലിന്യ കേന്ദ്രത്തിന് ചുറ്റും പുഴ ഒഴുകുന്നത് കാണുക. കടമ്പറയാറിന്റെയും ചിത്രപ്പുഴയാറിന്റെയും തൊട്ടു തീരത്താണ് ഈ മാലിന്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇപ്പോൾ പുക അടങ്ങി. മാലിന്യമല ഇപ്പോൾ മഞ്ഞ് വീണ കാശ്മീർ താഴ്വര പോലെ ശാന്തം. അടുത്ത മഴയിൽ വിഷാംശം അടങ്ങിയ ചാരവും അവശിഷ്ടവുമെല്ലാം തൊട്ടുചേർന്ന് കിടക്കുന്ന കടമ്പറയാറിലും ചിത്രപ്പുഴയിലും എത്തും. കത്തിച്ചുകൂട്ടിയ ലക്ഷക്കണക്കിന് ടൺ ചാരം, പ്ലാസ്റ്റിക് മാലിന്യം അടുത്ത മഴയ്ക്ക് ഒലിച്ച് കടമ്പറയാറിൽ കൂടി പെരിയാറിലും വേമ്പനാട്ട് കായലിലും എത്തിച്ചേരും. ദുരന്തഫലം കാത്തിരുന്ന് കാണണം. 2007 മുതൽ കടമ്പറയാറിലേക്ക് ഈ മാലിന്യ കേന്ദ്രത്തിൽ നിന്നും മാലിന്യം ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. ചുറ്റുമതിലിന്റെ തകർത്ത അല്ലെങ്കിൽ തകർന്ന ഇടങ്ങളിലൂടെ വർഷങ്ങളായി കടമ്പറയാർ മഹാനഗരത്തിന്റെ മാലിന്യം ഏറ്റുവാങ്ങുന്നു. ഇപ്പോൾ ഇവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നുണ്ടോ? ഉണ്ട്. എങ്ങനെ? കൃത്യമായ ഇടവേളകളിൽ അരങ്ങേറുന്ന തീപിടുത്തം മൂലമാണ് ഇവിടെ മാലിന്യ സംസ്കരണം നടക്കുന്നത്. 2008 സംഭരണ കേന്ദ്രം തുടങ്ങുന്നു. 2009 ആദ്യ തീപിടുത്തം, 2013 4 ദിവസം നീണ്ട തീപിടുത്തം, 2014 7 ദിവസം നീണ്ട കത്തിക്കൽ, 2015 തീ ആവർത്തിക്കുന്നു, 2019 ജനുവരിയിലും കത്തി, 2021 മാർച്ചിലും തീപിടുത്തം, ഒടുവിൽ ഇപ്പോഴത്തെ തീപിടുത്തം. ഈ പ്രാവശ്യത്തെ തീപിടുത്തത്തിന് മുമ്പ് ഇവിടെ സംഭവിച്ച ചില അത്ഭുതങ്ങളെക്കുറിച്ചും സമൂഹം അറിയണം. ഈ പ്രാവശ്യത്തെ തീപിടുത്ത സമയത്ത് മാലിന്യ കേന്ദ്രത്തിലെ ജീവനക്കാരായ 12 പേരിൽ 10 പേരും സ്ഥലത്ത് ഇല്ലാതാകുന്നു. മാലിന്യ കേന്ദ്രത്തിലേക്ക് തീ പടർന്നത് ഒരു സ്ഥലത്തു നിന്നല്ല, 5-6 സ്ഥലത്തു നിന്ന് ഒരേ സമയത്ത് എന്ന് പറയപ്പെടുന്നു. ഒരു ബാർബർ ഷോപ്പിൽ പോലും ക്യാമറയുള്ള ഇക്കാലഘട്ടത്തിൽ ബ്രഹ്മപുരം എന്ന ബ്രഹ്മാണ്ഡ മാലിന്യ കേന്ദ്രത്തിലെ 4 CCTV ക്യാമറകളും പ്രവർത്തനരഹിതം. തീപിടുത്തം ഒരു തുടർക്കഥയായ ഈ മാലിന്യ കേന്ദ്രത്തിന്റെ ചുറ്റും പുഴയാണെങ്കിലും പുഴയിൽ നിന്നും വെള്ളം പമ്പ് ചെയ്ത് തീ അണയ്ക്കാനുള്ള സ്ഥിര സംവിധാനങ്ങൾ ഒന്നും ഇവിടെയില്ല. കുറ്റം പറയരുത്. ഇവിടെ എത്തിച്ചേരുന്ന മാലിന്യത്തിന്റെ കണക്ക് പ്രദർശിപ്പിക്കുന്ന ഒരു ഡിസ്പ്ലേ ബോർഡ് മാലിന്യ കേന്ദ്രത്തിന്റെ പ്രവേശന കവാടത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് കണ്ടു. കൊച്ചി കോർപ്പറേഷന് ബ്രഹ്മപുരം ഒരു മാലിന്യ കേന്ദ്രമല്ല, അത് ഒരു വരുമാന മാർഗമാണ്. കണക്കുകൾ അറിയുക. ഒരു വർഷം കൊച്ചിയിൽ നിന്നും ബ്രഹ്മപുരത്തേക്ക് മാലിന്യം എത്തിക്കുവാൻ ചിലവാകുന്ന ലോറി വാടക 7 കോടി രൂപ. ബ്രഹ്മപുരത്തേക്ക് 100 ലോറി മാലിന്യം എത്തുമ്പോൾ കണക്കിൽ അത് 150 ലോറിയാകും.
ഒരു സംസ്കരണ കേന്ദ്രവും ഇല്ലാത്ത ഇവിടെ മാലിന്യം സംസ്കരിക്കുവാൻ ഒരു വർഷം കോർപ്പറേഷൻ ചെലവിടുന്നത് 35 ലക്ഷം രൂപ. എന്തായാലും ഒരു മഹാനഗരത്തിന്റെ 1.5 പതിറ്റാണ്ട് പഴക്കമുള്ള മാലിന്യ ശേഖരം നശിപ്പിക്കുവാൻ 55 കോടി രൂപ ഒന്നും ആവശ്യമില്ല. 2 രൂപയുടെ ഒരു തീപ്പെട്ടി മാത്രം മതി എന്നുള്ള മഹാ കണ്ടുപിടുത്തത്തിലൂടെ ബ്രഹ്മപുരം ലോകത്തിനു മുമ്പിൽ ഒരു മഹാത്ഭുതമായി മാറിയിരിക്കുന്നു.